മരണപ്പെടുത്തി 7 ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്തിരിക്കണമെന്നുള്ളതാണ്. പക്ഷെ ഇവർ ആ മുഴുവൻ ഇവന്റെ ഡാറ്റയും എറേസ് ചെയ്തുകൊണ്ട് അവൻ വർക്ക് ചെയ്തില്ല എന്നുള്ള മുക്കാപ്പോക്ക് ന്യായം പറഞ്ഞ് അവന് കുടുംബത്തിന് ഇൻഷുറൻസ് നിഷേധിക്കുന്ന സാഹചര്യം. കൃത്യമായ ഒരു വേതന വ്യവസ്ഥയില്ല. ഫുഡും എടുത്തുകൊണ്ട് 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവന് 25 രൂപ. ഞങ്ങളെ തൊഴിലാളികളായി പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇതിന്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്. ഞങ്ങൾ നൽകുന്ന എല്ലിൻ കഷ്ണം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യണമെന്ന് പറയുന്നു. അതായത് 35 രൂപ ഒരു ഓർഡറിന് അധികമായി ലഭിക്കുകയാണ് തുക നൽകാൻ. അപ്പോൾ ഇന്ന് സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിന് ഇത് നൽകാൻ, ഇത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഈ തുക ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ 9.5 മണിക്കൂറിൽ ഇവൻ ഈ ഫുൾ ഇൻസെന്റീവ് അടിക്കാൻ പറ്റില്ല. 16 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആക്സിഡന്റുകൾ കൂടുന്നു. നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഭക്ഷ്യവസ്തുക്കളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ എത്തിക്കുന്ന സ്വിഗ്ഗിക്കാർ ഇപ്പോൾ സംയുക്ത സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നിരവധി ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. സ്വിഗ്ഗി കമ്പനിക്കെതിരെ അവരുടെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാത്തതിനെ തുടർന്നാണ് അവർ ശക്തമായ സമരവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വിഗ്ഗി തൊഴിലാളിയുടെ പ്രതിനിധികൾ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 6 വർഷമായി ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി 6 വർഷമായി ഒരേ വേതനത്തിലാണ് ജോലി ചെയ്യുന്നത്. നമുക്ക് പരിശോധിച്ച് നോക്കാൻ അറിയാം, നമ്മുടെ ജീവിത ചെലവുകൾ വർദ്ധിച്ചു. പെട്രോളിന്റെ ഉൾപ്പെടെയുള്ള വർധനവുണ്ടായി. 6 വർഷം മുന്നേ 65 രൂപയും 68 രൂപയായിരുന്നു പെട്രോളിനെങ്കിൽ ഇന്നത് 110 രൂപയോളം അടുപ്പിച്ച് പെട്രോളിന്റെ വിലയാണ്. അപ്പോൾ 2 വീലർ പെട്രോൾ അടിച്ചാണ് ഞങ്ങൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ വേതനം ഇപ്പോഴും 6 വർഷം ഈ കമ്പനി തുടങ്ങുമ്പോൾ തൊഴിലെടുത്ത് തുടങ്ങിയ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന അതേ വേതനം തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം ഞങ്ങളൊരു 10-12 ആവശ്യങ്ങൾ കൂടി കമ്പനിയുടെ മുന്നിൽ വച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ ഉൾപ്പെടെ നിരവധി തവണ വച്ചിരുന്നതാണ്. ആവശ്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വേതന വർധനവ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ തൊഴിലാളികൾക്ക് പറയുന്നുണ്ട്. അതായത് ഒരു തൊഴിലാളി അപകടം പറ്റി പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ പരിക്കേൽക്കുന്നവർക്ക് 2 ലക്ഷം രൂപയും മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുമാണ് കമ്പനി പറയുന്നത്. അതിൽ നിന്ന് ഞങ്ങളുടെ വേതനത്തിൽ നിന്ന് ഒരു വിഹിതം അവർ പിടിക്കുന്നുമുണ്ട്. പക്ഷേ എന്നാൽ അത് കൊടുക്കാതിരിക്കാനുള്ള നടപടികളാണ് മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു തൊഴിലാളി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ വർക്ക് ചെയ്യുന്ന അവൻ്റെ ആപ്പിനകത്തു നിന്ന് അവൻ അതുവരെ ജോലി ചെയ്ത മുഴുവൻ ഡാറ്റയും എറേസ് ചെയ്തുകൊണ്ട് അവൻ 1 മാസത്തിന് മുന്നെയാണ് ജോലി ചെയ്തിരുന്നത്. അവർ പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് മരണപ്പെടുത്തി 7 ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്തിരിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇവർ ആ മുഴുവൻ അവൻ്റെ ഡാറ്റയും എറേസ് ചെയ്തുകൊണ്ട് അവൻ വർക്ക് ചെയ്തില്ല എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് അവന് ഇൻഷുറൻസ്, അവൻ്റെ കുടുംബത്തിന് ഇൻഷുറൻസ് നിഷേധിക്കുന്ന സാഹചര്യം. പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ കൃത്യമായി ചികിത്സ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിം നൽകാതെ ഡിക്ലൈൻ ചെയ്യുന്ന സാഹചര്യം ഇതെല്ലാം തൊഴിലാളികൾ നേരിടുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇൻസ്റ്റാമാർട്ടുകൾ ഗ്രോസറി ഐറ്റംസ് വീടുകളിലേക്ക് ആളുകളിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഔട്ട്ലെറ്റുകളാണ് ഇൻസ്റ്റാമാർട്ടുകൾ. ഇവിടെ ജോലി ചെയ്യുന്ന വനിതകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്ക് കൃത്യമായി ആഹാരം കഴിക്കുവാനും അവരുടെ വാഹനം പാർക്ക് ചെയ്യുവാനും അവർക്ക് വിശ്രമിക്കുവാനും അവർക്ക് ടോയ്ലറ്റിൽ പോകുവാനുമുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള ഈ പട്ടം ഇൻസ്റ്റാമാർട്ടിന് മുന്നേ തന്നെ മാസങ്ങൾക്ക് മുന്നേ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട വലിയ സമരം നടന്നു. ഇവിടെ റോഡിൽ വാഹനം വയ്ക്കുമ്പോൾ ട്രാഫിക് പോലീസ് ഫൈൻ അടിക്കുകയാണ് തൊഴിലാളികൾ. അപ്പോൾ പാർക്കിംഗ് പ്രശ്നം ഞങ്ങൾ സമരം ചെയ്ത് ഒരുവിധം ഞങ്ങളിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ ടോയ്ലറ്റ് സംവിധാനമില്ല. ഈ തരത്തിൽ തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കൃത്യമായ ഒരു വേതന വ്യവസ്ഥയില്ല. അതായത് ഈ ഇൻസ്റ്റാമാർട്ടുകളിൽ മുൻകാലങ്ങളിൽ ജോയിൻ ചെയ്തിരുന്നവർക്ക് 25 രൂപയാണ് മിനിമം വേതനമായിട്ട് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് അത് 15ആയി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ തൊഴിലാളികളിൽ തന്നെ വേർതിരിവുണ്ടാക്കിക്കൊണ്ട് തൊഴിലാളികൾ വിവിധ വേതനങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന നടപടിയാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ മാനേജ്മെൻറ്റ് നൽകുന്ന വിശദീകരണം എന്താണ്? ചർച്ച നടന്നിരുന്നു. മാനേജ്മെൻറ്റ് ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ലേബർ കമ്മീഷൻ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രതിനിധികളും പങ്കെടുത്തിരുന്നില്ല. എന്നാൽ 1.5 വർഷം മുന്നേ ഇതുപോലൊരു സമരം നടന്ന സമയത്ത് ചർച്ചയ്ക്ക് മാനേജ്മെൻറ്റ് വന്നിരുന്നു. അന്നൊരു എഗ്രിമെൻറ്റ് തന്നെ വാസുകി IAS മേഡത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലേബർ കമ്മീഷനിൽ ഒരു എഗ്രിമെൻറ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ആ എഗ്രിമെൻറ്റ് പൂർണ്ണമായിട്ടും മാനേജ്മെൻറ്റ് വയലേറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ എഗ്രിമെൻറ്റിലെ ഒരു കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല. അതൊക്കെയാണ് ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ. നിലവിലുള്ള വേതനം എത്രയാണെന്ന്? നിലവിൽ നമുക്ക് മിനിമം വേതനമെന്ന് പറയുന്നത് 25 രൂപയാണ്. അതായത് 5 കിലോമീറ്റർ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും എടുത്തുകൊണ്ട് 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവന് 25 രൂപ, അതായത് 1 കിലോമീറ്ററിന് 5 രൂപ.
അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഓരോ കിലോമീറ്ററിനും 2 രൂപയും 2.5 രൂപയും എന്നുള്ള നിരക്കിലാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനമായിട്ട് മിനിമം വേതനം ഏറ്റവും കുറഞ്ഞത് 3 കിലോമീറ്ററിന് 30 രൂപയെങ്കിലും ആക്കിക്കൊണ്ട് പിന്നെയുള്ള ഓരോ കിലോമീറ്ററിനും 10 രൂപ നൽകണമെന്നുള്ളതാണ് ആവശ്യം. ഞങ്ങളുടെ ആവശ്യം അതാണ്. പക്ഷേ ഇവർ ചർച്ചയ്ക്ക് തയ്യാറായി അതിലെന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ വരുത്തണമെങ്കിൽ നമുക്കത് ആലോചിക്കാവുന്നുള്ളൂ. പക്ഷേ ചർച്ചയ്ക്ക് പോലും ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഏതെങ്കിലും ഈ മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന ഇപ്പോൾ ഓട്ടോയുണ്ട്, ടാക്സികളുണ്ട്, ഈ മേഖലയിലൊന്നും കിലോമീറ്ററിന് 5 രൂപയ്ക്ക് ഓടുന്ന ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയുണ്ട്? ഞങ്ങളിപ്പോഴും ഈ മേഖലയിൽ ആ രൂപയ്ക്കാണ് ഓടുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർക്കാരുകളും വരുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ നടപ്പിലാകുന്നില്ല. കേരള സർക്കാർ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വിവിധ പദ്ധതികൾ, വിവിധ ചർച്ചകൾ, വിവിധ സെമിനാറുകൾ നടത്തി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ആ ബില്ല് പാസ്സാക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിന് കേന്ദ്രത്തിൽ നിന്നാണ് ഒരു നിയമനിർമ്മാണം ഉണ്ടാകേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഞങ്ങളെ തൊഴിലാളികളായി പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാനേജ്മെൻറ്റ് പറയുന്നത് ഡെലിവറി പാർട്ട്ണർമാർ എന്നാണ്. അതായത് കമ്പനിയുടെ പാർട്ട്ണർമാരായിട്ടാണ് ഞങ്ങളെ കാണുന്നത്. പാർട്ട്ണർമാർക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതമെങ്കിലും കിട്ടാനുള്ള അവകാശം പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഉണ്ട്. പക്ഷേ ഒന്നും തന്നെ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ബോണസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല, ഒന്നുമില്ല. അതായത് ഇവർ സർജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരു ഓർഡർ 25 രൂപ നൽകുന്നുണ്ടെങ്കിൽ ആ 25-ന് പുറമെ പീക്ക് ടൈമുകൾ, അതായത് ലഞ്ച്, നമ്മൾ ആഹാരം കഴിക്കുന്ന പീക്ക് ടൈമുകളുണ്ടല്ലോ, രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയങ്ങളിൽ ചില സമയങ്ങളിൽ സർജ് എന്ന് പറയുന്ന സാധനമുണ്ട്. 5 രൂപയും 10 രൂപ, അത് വിവിധ സോണുകളിൽ വിവിധ തരത്തിലാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ അവർ നൽകുന്ന എല്ലിൻ കഷ്ണം പോലെ, അത് ഇതിൻ്റെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, ഞങ്ങൾ നൽകുന്ന എല്ലിൻ കഷ്ണം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യണമെന്ന് പറയുന്നു. ഇന്നിപ്പോൾ സമരം പ്രഖ്യാപിച്ചപ്പോൾ ചരിത്രത്തിലെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സർജാണ് ഇട്ടിരിക്കുന്നത്. അതായത് 35 രൂപ ഒരു ഓർഡറിന് അധികമായി ലഭിക്കുകയാണ്. അതായത് 25 രൂപയുടെ ഒരു ഓർഡറിന് അധികമായി 35 രൂപ ഇന്ന് നൽകുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ഓർഡറിന് ഈ തുക നൽകാനാണ്. അപ്പോൾ ഇന്ന് സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് ഇത് നൽകാൻ, ഇത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഈ തുക ഇട്ടിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ അങ്ങനൊരു സാധനമേ ഇല്ല. എന്തിനും ഫെസ്റ്റിവൽ ടൈം പോലും 20 രൂപയ്ക്ക് മുകളിൽ സർജ് എന്ന് പറഞ്ഞ സാധനമേ നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് ഓടുകയാണെങ്കിൽ ഇൻസെൻറ്റീവ്, പെട്രോൾ അലവൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 9.5 മണിക്കൂർ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. 9.5 മണിക്കൂർ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യണം. അതോടൊപ്പം ഒന്നിൽ കൂടുതൽ ഓർഡറുകൾ റിജക്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ക്രൈറ്റീരിയകൾ അവർ വെക്കുന്നുണ്ട്. പക്ഷേ ഈ 9.5 മണിക്കൂറിൽ ഇവൻ ഈ ഫുൾ ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റില്ല. 16 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും. 15-16 മണിക്കൂർ ജോലി ചെയ്താൽ മാത്രമേ ഈ തരത്തിൽ ഫുൾ ഇൻസെൻറ്റീവിലേക്ക് പോകാൻ പറ്റൂ. 12 മണിക്കൂർ കൊണ്ടൊക്കെ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ്? മഴ പെയ്യുന്ന ദിവസങ്ങളിൽ. ഇപ്പോൾ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ അധികം റെയിൻ സർജ് എന്ന് പറഞ്ഞിട്ട് 20 രൂപയും 25 രൂപയും അധികമായിട്ട് നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ 12 മണിക്കൂർ കൊണ്ടൊക്കെ ഈ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ നോർമൽ ഡേയ്സിൽ 15-16 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആക്സിഡൻറ്റുകൾ കൂടുന്നു. ഏകദേശം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 95ഓളം അപകടങ്ങളാണ്. അതിൽ മരണങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. അപ്പോൾ ആ തൊഴിലാളികൾ കൃത്യമായി അവന് ഉറക്കം ലഭിക്കുന്നില്ല. ഈ ഇൻസ്റ്റാമാർട്ടുകൾ ബേക്കറി ജംഗ്ഷനിലെയും പൂജപ്പുരയിലെയും ഉൾപ്പെടെയുള്ള ഇൻസ്റ്റാമാർട്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ഈ 24 മണിക്കൂറും തൊഴിലാളി ശമ്പളത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാണ്. അവനൊരു ദിവസം തള്ളിക്കൊണ്ട് പോകണമെങ്കിൽ അവന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം കിട്ടണം. അപ്പോൾ അവൻ ഉറക്കവും കളഞ്ഞ് ഓടേണ്ട സാഹചര്യം. അങ്ങനെ ഓടുമ്പോൾ ആക്സിഡൻറ്റ് ഉൾപ്പെടെയുള്ളവ സംഭവിക്കുന്നു. അപ്പോൾ തൊഴിലാളിക്ക് ഒരു സുരക്ഷയും കിട്ടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ കമ്പനി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള സൂചനയാണ് താങ്കൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ സമരമുറ കടുപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനാണോ നിങ്ങൾ തയ്യാറാകുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളൊരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകാൻ ഞങ്ങൾക്കൊരു ആഗ്രഹമില്ല. കാരണം ഞങ്ങളുടെ ഉൾപ്പെടെ, ഞാനൊരു തൊഴിലാളിയാണ്, എൻ്റെ വീടുൾപ്പെടെ പട്ടിണിയാകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകാൻ യാതൊരു ആഗ്രഹവുമില്ല. പക്ഷേ ഈ പണിമുടക്കിലേക്ക് ഞങ്ങളെ തള്ളിവിടുന്നത് കമ്പനിയാണ്. കമ്പനി അതിന് തയ്യാറാവുകയാണ്, ഞങ്ങളെ പണിമുടക്കിലേക്ക് തള്ളിവിടുകയാണ്. ആ സാഹചര്യത്തിൽ ഞങ്ങൾക്കിത് അനിശ്ചിതമായിട്ട് കൊണ്ടുപോയേ പറ്റൂ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണുവാൻ എന്ന് കമ്പനി തയ്യാറാകുന്നു, അതുവരെയും ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. എന്തായാലും സ്വിഗ്ഗി തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഉൾപ്പെടെ അവർ നീങ്ങും എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.